ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ദുഃഖ വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവരും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആരും അറിയാതെ, അതായത് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വിശ്വസനീയമല്ല. 10 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നിട്ട് അത് ആ വീട്ടിലുള്ളവർ നാട്ടുകാർ പോട്ടെ, വീട്ടിലുള്ളവർ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായ കഥയല്ല. എന്തായാലും ഒരു കുഞ്ഞിന് ജന്മം നൽകി, ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ആ കുഞ്ഞ് വിടവാങ്ങി. വളരെയധികം വേദനയോടുകൂടിയാണ് കേട്ടോ പറയുന്നത്. കാര്യം ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് ദമ്പതികൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാടെടുത്ത് നേർച്ചയും വഴിപാടും ഒക്കെ കൊടുക്കുന്നു. പിന്നെ അവസാനം അത് സാധ്യമല്ല എന്ന് വരുമ്പോഴത്തേക്കിന് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അഡോപ്ഷനിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഒരുപാട് നൂലാമാലകൾ കൊണ്ട് അവർ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. 10 വർഷങ്ങളായിട്ടും കിട്ടാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജന്മമെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മാലാഖ കുഞ്ഞ്, ആ കുഞ്ഞിനെ വേണ്ടുന്ന പരിചരണം, ഇപ്പം ഇവർക്കതിനെ വേണ്ട എങ്കിൽ, ആരും അറിയാതെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരുപാട് അമ്മത്തൊട്ടിലുകളുണ്ടായിരുന്നു അല്ലേ? അവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളില്ലാത്ത ഏതെങ്കിലും ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ കിട്ടുമായിരുന്നു. അതുപോലും ശ്രമിക്കാതെ നിഷ്കരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 21-കാരിയുടെ മൊഴികളിൽ അവ്യക്തത എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ആൺ സുഹൃത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇതിനിടെ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, ഉന്മേഷ്, വിഷുവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പോലീസ്. കാരണം കഴിഞ്ഞ ദിവസം പെൺകുട്ടി പോലീസിന് ചില മൊഴികൾ നൽകിയിരുന്നു. താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിൾ കൊടി അറുത്തുകൊണ്ട് ശുചിമുറിക്കടുത്ത് കൊണ്ടുപോയത്. അവിടെ നിന്ന് ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത വീട്ടിലെ പറമ്പിൽ ഉപേക്ഷിച്ചും താൻ തന്നെ എന്ന മൊഴിയാണ് പെൺകുട്ടി നൽകിയത്. എന്നാൽ പോലീസിന് ഈ മൊഴികളിൽ വിശ്വാസ്യതയില്ല. കാരണം ഒരു വീട്ടിൽ കുടുംബമായി താമസിക്കുന്ന പെൺകുട്ടി എങ്ങനെ ആരും അറിയാതെ ഇത്തരത്തിൽ പ്രസവം നടത്തി കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നൊരു ചോദ്യം പോലീസിന് മുമ്പിലുണ്ട്. ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തപ്പോഴും പലതരത്തിലുള്ള മറുപടിയാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതിൽ പോലീസ് കൂടുതൽ നടപടികൾ എടുക്കുക. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊലപാതകമാണോ അതോ കുട്ടി പ്രസവത്തിൽ സ്വാഭാവികമായി മരിച്ചതാണോ എന്ന് അറിയാനുണ്ട്. അത് അറിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് വകുപ്പുകൾ മാറ്റി ഇതിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് എന്തായാലും കടക്കുക. കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള മുറിവുകളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നതായാലും കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ച ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയാക്കും. ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക. എന്തായാലും കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടി പ്രസവിച്ച വിവരം തങ്ങൾക്കും അറിയില്ല എന്നാണ് ബന്ധുക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിലെല്ലാം തന്നെ വലിയ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ 21-കാരിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഇത്തരത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടി പറഞ്ഞ മൊഴി നൽകിയ ആൺസുഹൃത്തിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ ആലോചന. ഇത്തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. വലിയ ദുരൂഹതയാണ്. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം. മനസാക്ഷി തന്നെ വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഈ മെഴുവേലിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും അതിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നിലവിൽ നടത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ഉന്മേഷ്, ക്രിസ്റ്റീന. ജയശങ്കർ, ഒരു പെൺകുട്ടി ഗർഭിണിയാകുക, അവൾക്ക് വരുന്ന ശാരീരിക മാറ്റങ്ങൾ അത് കുടുംബം അറിയുന്നില്ല എന്ന് പറയുക, അതിലൊരു അസ്വാഭാവികതയില്ലേ? ഈ കുടുംബമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇവരൊക്കെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു മൊഴിയാണ് നൽകുന്നത്? അവരുടെ മൊഴിയെടുപ്പ് എപ്പോഴാണ് ഉണ്ടാവുക? അതായത് ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായി പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെയും പെൺകുട്ടിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇലവന്തിട്ട പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ മുന്നോട്ട് നീക്കുന്നത്. അവരോടൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം അറിയില്ല, പ്രസവിച്ച വിവരം അറിയില്ല എന്നൊരു മൊഴിയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ നൽകിയിരിക്കുന്നത്. ഈ അമ്മയും അച്ഛനും അമ്മൂമ്മയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇത്രയും പേരുള്ള കുടുംബത്തിൽ എങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായത് തിരിച്ചറിഞ്ഞില്ല എന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും സമാനമായ മൊഴിയാണ്
നൽകിയത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ആർക്കും പങ്കില്ല. താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ വായ പൊത്തി ശുചിമുറിയിൽ കൊണ്ടുപോയത്. അതിനുശേഷം ചെമ്പിലയിൽ കൊണ്ടുപോയി അപ്പുറത്തെ പറമ്പിൽ വെച്ചതും താൻ തന്നെ, എല്ലാം ചെയ്തത് ഞാൻ തന്നെ എന്നൊരു നിലപാടാണ് ഈ പെൺകുട്ടി എന്തായാലും നിലവിൽ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇതൊരു കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി വിശദമായൊരു ചോദ്യം ചെയ്യൽ, സമഗ്രമായൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിലവിലുണ്ടാകുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മുത്തശ്ശിയുമായി സംസാരിച്ചിരുന്നു. അവർ നമ്മോട് പറഞ്ഞത് ഇങ്ങനെ ഈ സംഭവം അറിയില്ല, രാവിലെ അസുഖമാണെന്ന് പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോയതെന്നാണ്. നമുക്കെല്ലാം അറിയാം, ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ ശാരീരിക മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകും. അത് പുറത്തുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലുള്ളവർക്ക് ആ മാറ്റങ്ങൾ, ആ പ്രശ്നങ്ങൾ അറിയാം. രണ്ട്, ഈ ഒരു കുട്ടി ഒരു വീട്ടിൽ ജന്മമെടുക്കുമ്പോൾ, ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ഘട്ടത്തിൽ ഇതെങ്ങനെ ആരും അറിയാതെ ഈ പ്രസവം നടന്നു. കാരണം ഈ പെൺകുട്ടിക്ക് ഈ സമയത്ത് പ്രസവവേദന ഉൾപ്പെടെ ഉണ്ടാവും, അതിൻ്റെ ശബ്ദം ഉണ്ടാവും. അങ്ങനെ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനെല്ലാം തന്നെ ഉത്തരം പോലീസ് എന്തായാലും കണ്ടെത്തും. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞാൽ, കണ്ടെത്തിയാൽ ഡോക്ടറുടെ കൂടി മൊഴി പരിഗണിച്ച ശേഷം FIR കുറച്ച് കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അത്തരത്തിൽ നടപടികളുണ്ട്. എന്തായാലും നിലവിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. 21-കാരിയാണ്, അവിവാഹിതയാണ്, കാമുകനാണ്, അല്ലെങ്കിൽ ആൺ സുഹൃത്താണ് ഇത്തരത്തിൽ ഗർഭിണിയാക്കിയെന്നൊരു മൊഴി പോലീസിന് എന്തായാലും നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളൊക്കെ തന്നെ കൂട്ടിവെക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ സാധിച്ചിട്ടില്ല. പക്ഷേ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഷം കുടുംബാംഗങ്ങളെയും പെൺകുട്ടിയെയും വിശദമായി ചോദ്യം ചെയ്യും. മൊഴിയിലെ പൊരുത്തക്കേടുകൾ മാറ്റും. എന്തായാലും പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനാണ്. ഇന്നാണ് കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. എന്തായാലും വലിയ ദുരൂഹതയുള്ള സംഭവമാണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് പോലും ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആശാവർക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പെൺകുട്ടി ഗർഭിണിയായ വിവരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല എന്നാണ്. എന്തായാലും ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രസവം വീട്ടിൽ നടന്നത്, ഈ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി വീട്ടുകാരെ അറിയിക്കാതെ ഇത്രയും കാലം നടന്നു, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്മേഷ, ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട്. ഇനി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയ ദേവി ജയശങ്കറാണ് പത്തനംതിട്ട. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഗട്സ് നമ്മൾ സമ്മതിക്കണം കേട്ടോ. സ്വന്തമായിട്ട് ഡെലിവറി കഴിഞ്ഞു, പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ എത്തുന്നു അമിതമായ രക്തസ്രാവം മൂലം. അത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല കേട്ടോ. പൊക്കിൾ കൂടി കണ്ടിക്കാനും ഡെലിവറി കഴിയാനും ഒക്കെ അവർക്ക് സാധിച്ചു. ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, രക്തസ്രാവമാണ്. ബാക്കി ആയിരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ എന്താ വിഡ്ഢികളാണെന്നാണോ? രക്തസ്രാവം എന്തിൻ്റെയാണ്, ഏതാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകില്ലേ? രക്തസ്രാവം പരിശോധനയിൽ മറുപിള്ളയും പൊക്കിൾ കൊടിയും കണ്ടെത്തുന്നു. അതിലൂടെ ഡെലിവറി ആണെന്ന് മനസ്സിലാക്കി അവർ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ ഞാൻ പ്രസവിച്ചു എന്ന് സമ്മതിക്കുന്നില്ല. അവസാനം ഒരു സിസ്റ്ററിനോട് രഹസ്യമായിട്ട് ആ ഒരു കാര്യം പറയുന്നു. കുഞ്ഞിനെ അടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഡോക്ടർ പറയുന്നുണ്ട്. ആ ഡോക്ടറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, നമുക്ക് അതോടെ കണ്ടിട്ട് വരാം. കൊലപാതക സാധ്യതയാണ് പോലീസ് കാണുന്നത്. വീട്ടിൽ പ്രസവിച്ചതിന് തൊട്ടു പിന്നാലെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കുഞ്ഞിൻ്റെ വായ പൊത്തിപ്പിടിച്ചെന്നും പിന്നീട് അയൽപ്പക്കത്തെ വീട്ടിൻ്റെ പറമ്പിൽ തള്ളിയെന്നുമാണ് യുവതി മൊഴി നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ ഡോക്ടറുടെ പ്രതികരണം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായിരുന്നുവെന്ന് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മി വ്യക്തമാക്കി. പലവട്ടം ചോദിച്ചിട്ടും ഗർഭിണിയായിരുന്ന കാര്യം പോലും യുവതി സമ്മതിച്ചില്ല എന്നും അവർ പറയുന്നു. ആ പ്രതികരണം ആദ്യം. ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. കൗണ്ട് നോക്കുമ്പോൾ 33,000 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് സെപ്സിസിലാണ്. ആൻഡ് വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. സോ കുട്ടി ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഷി വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു അക്സെപ്റ്റ് ദാറ്റ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പോലും സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവസാനം സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പിൽ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്, പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപിള്ള തിരുവനന്തപുരം പാറശാല പരിശോധിക്കലിൽ പിതാവിന്റെ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപിള്ളയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുപോലെ ഒരു മാസം തികഞ്ഞ ഒരു മറുപിള്ളയാണ് പുക്കിൾക്കൊടിയുമാണ് വന്നത്. സെപ്സിസ് ആയിട്ടാണ് പേഷ്യന്റ് ഇവിടെ കൊണ്ടുവരുന്നത്.
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റെ സ്ഥിതി സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, മെച്ചപ്പെട്ടു വരുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. ICUലാണ്. കൃഷ്ണമോഹൻ വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. കൃഷ്ണമോഹൻ, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. അതെ PG, ഏറ്റവും ക്രൂരമായ കാര്യം അതാണ്. ഒരു പെൺകുഞ്ഞ്, അതിനെ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഈ ചലനമറ്റ് പൊക്കിൾക്കൊടിയുമായി ഒരു വീടിൻ്റെ പറമ്പിൽ കിടക്കുകയാണ്, ചേമ്പലയിൽ പൊതിഞ്ഞ നിലയിൽ. അത്രയ്ക്ക് സങ്കടകരമായ, കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തത്ര പോലീസുകാരടക്കം നടപടികൾക്കെത്തിയ ആളുകൾക്ക് എല്ലാവർക്കും ആ ഒരു സങ്കടം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ സംസാരിച്ചത് ചെങ്ങന്നൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. ഇവരുടെ അടുത്തേക്ക് ഈ 21-കാരി, അവർ അവിവാഹിതയാണ്, അവർ രക്തസ്രാവത്തിന് ചികിത്സയ്ക്ക് എത്തുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. അവർ പലവട്ടം ചോദിച്ചിട്ടും സത്യം പറഞ്ഞില്ല യുവതി. പിന്നീട് പല രീതിയിൽ ഡോക്ടർ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പ്രസവിച്ചതാണെന്നും കുഞ്ഞിനെ ഉടൻ തന്നെ ഉപേക്ഷിച്ചെന്ന കാര്യം അവർ പറയുന്നത്. വളരെ വേഗം വിലവന്തിട്ട പോലീസിലേക്ക് ചെങ്ങന്നൂരെ ആശുപത്രി ജീവനക്കാർ വിവരം അറിയിച്ചു. പോലീസ് വളരെ വേഗം ഈ യുവതിയുടെ വീടിന് സമീപത്തെത്തി പരിശോധിച്ചപ്പോൾ വീടിനോട് തൊട്ട് ചേർന്നുള്ള അയൽ വീട്ടിൽ, ആ വീട്ടിൽ ആരും താമസക്കാരില്ല, ആ വീടിൻ്റെ പറമ്പിൽ നിന്നാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നത്. അതും ചേമ്പലയിൽ പോകുന്ന രീതിയിലായിരുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് പോലീസിന് ഒരു കൃത്യമായ മൊഴിയും ഈ യുവതിയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത്. അവർ ആദ്യമൊക്കെയും മൊഴി മാറ്റി പറയുകയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത് കുഞ്ഞ് കരയാതിരിക്കാൻ, ജനിച്ച ഉടൻ തന്നെ കരയാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചു. പിന്നീട് ആരും അറിയാതെ ചേമ്പലയിൽ പൊതിഞ്ഞ് അയൽപക്കത്തെ വീട്ടിൽ തള്ളി. വിവാഹിതയല്ലാത്ത ഒരു പെൺകുട്ടി കാമുകനിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. 10 മാസം, ഈ 10 മാസം ആ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന ഇവൾക്ക് എങ്ങനെ തോന്നി? അത്രയും ഒരു പ്രസവ വേദന അനുഭവിച്ച് കുഞ്ഞിന് ജന്മം നൽകിയിട്ട് എങ്ങനെ തോന്നി ഇതിനോട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ? അറിയില്ല. നമ്മുടെ കാലഘട്ടം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരൊറ്റ കാര്യം ഇനിയുള്ള എല്ലാവരോടുമായിട്ടുള്ള ഒരു അപേക്ഷയായിട്ട് നിങ്ങളിതെടുക്കുക. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതായത് ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഓരോ ഹോസ്പിറ്റലുകളിലും അതിൽ അമ്മത്തൊട്ടിലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനാഥാലയങ്ങൾ, പള്ളിമേടകൾ ഒക്കെ ഒരുപാടടുത്ത് ഉണ്ടല്ലോ. അവിടെയൊക്കെ കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകാമല്ലോ. അപ്പോൾ അത് വേണ്ടുന്നവർ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളും. ഒരു അമ്മയായിട്ട് എങ്ങനെ തോന്നുന്നു എന്ന് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പനി വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത അമ്മമാരാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത്. പിന്നെ എങ്ങനെയാണ്? ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഒരുപാട് പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബക്കറ്റിലും പറയുന്നില്ല, ഇതൊക്കെ പറയുമ്പോൾ പറയാൻ പോലും സാധിക്കുന്നില്ല, അത്രമാത്രം വേദനയുണ്ട്. എന്തായാലും ഇനിയൊരു കുഞ്ഞിനും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ. ഇതിന് തക്കതായ ഒരു നിയമ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ എന്തായാലും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഇതിൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന്, അമ്മ നേരിട്ട് ചെയ്തതാണോ അതോ പ്രസവത്തിൽ സംഭവിച്ചതാണോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം FIR കടുപ്പിക്കുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. എന്തായാലും ഇതിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി.